The third type of ownership is joint stock company. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അവരെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കാം. ഹു ജോയിൻ ടുഗദർ ഫോർ പ്രോഫിറ്റ് ആൻഡ് അഗ്രി ടു സപ്ലൈ ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻറ്റു ഷെയർസ് ദാറ്റ് ആർ ട്രാൻസ്ഫറബിൾ ഫോർ ക്യാരിയിങ് ഓൺ എ സ്പെസിഫിക് ബിസിനസ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബിഗ് ഇൻഡസ്ട്രി, ഫോർ എക്സാമ്പിൾ റിലയൻസ് പോലെയുള്ള അല്ലെങ്കിൽ ടാറ്റ ഇൻഡസ്ട്രീസ് പോലെയുള്ള ഒരു ബിഗ് ഇൻഡസ്ട്രി അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഓരോ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്കോ മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് കാരണം അവർ ചെയ്യുന്നത്, ഇതേപോലെയുള്ള വലിയ ഇൻഡസ്ട്രീസ് ചെയ്യുന്നത്, അവരുടെ കമ്പനിയിലെ കുറച്ച് ഷെയറുകൾ മാർക്കറ്റിൽ ലഭ്യമാക്കും. അതായത് ഈ ഷെയറുകൾ പബ്ലിക്കിന് വാങ്ങുവാനും വിൽക്കുവാനും കഴിയും. ഈ ഷെയറുകൾ വാങ്ങുന്നതിൻ്റെ മണി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് യൂസ് ചെയ്ത് ആണ് കമ്പനിയിലെ പല ഡിഫറെന്റ് കാര്യങ്ങളും നടക്കുന്നത്. ഈ ഷെയറുകൾ ട്രാൻസ്ഫറബിൾ ആണ്. അതായത് നമ്മുടെ ഷെയർ, നമ്മൾ വാങ്ങിയ ഷെയർ വാങ്ങുകയും അതുപോലെ അതിനോടൊപ്പം വിൽക്കുകയും ചെയ്യാം. വേറൊരു വ്യക്തിക്ക് വിൽക്കുകയും ചെയ്യാം. ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നാണ് പറയുന്നത്. The persons who take initiative efforts in starting the business are called promoters. ഈ ഒരു ടൈപ്പ് കമ്പനി തുടങ്ങുന്ന വ്യക്തികളെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയാം. The capital required for joint stock companies can be raised in the form of shares, and the persons who purchase the shares are called shareholders. ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ പ്രവർത്തിക്കണമെങ്കിൽ അതിനുവേണ്ട ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്വരൂപിക്കാൻ കഴിയുന്നത് ഷെയർ എന്ന രീതിയിലാണ്. അതായത് കമ്പനിയിലെ ഷെയർ ആ രീതിയിലാണ്, അല്ലെങ്കിൽ ഈ ഷെയറുകളുടെ വിൽപ്പന വഴിയാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്വരൂപിക്കാൻ കഴിയുന്നത്. ഈ ഷെയറുകൾ വാങ്ങുന്ന വ്യക്തികളെ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. The shareholders will get their share of profit and have voting authority in electing the managing body known as board of directors. ഇതുപോലെയുള്ള കമ്പനികളിൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവരാണ് കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ഇവരെ തെരഞ്ഞെടുക്കുന്നതിലും ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് അതോറിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പ്രോഫിറ്റിന്റെ ഒരു ശതമാനം കിട്ടുകയും ചെയ്യും. ഇതിൽ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ തന്നെ 2 ടൈപ്പുകളാണുള്ളത്. പ്രൈവറ്റ് ലിമിറ്റഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് പബ്ലിക് ലിമിറ്റഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, പ്രൈവറ്റ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ എല്ലാ ടൈപ്പ് ഓഫ് വർക്ക്സും
ഹാൻഡിൽ ചെയ്യുന്നത് ഒരു മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് ആയിരിക്കും. അതായത് പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കില്ല. ഇതിൻ്റെ ഷെയറുകളും മറ്റും പബ്ലിക്കിന് ഒരു കാരണവശാലും അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് അതിലെ ഷെയറുകൾ പബ്ലിക്കിനും, അതായത് സാധാരണ വ്യക്തികൾക്കും അവൈലബിൾ ആയിരിക്കും. ഇതാണ് പ്രൈവറ്റ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും അതുപോലെ പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതുപോലെ തന്നെ ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ്, ഒരു പ്രൈവറ്റ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് 2 പേരാണ്. പക്ഷെ പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങണമെങ്കിൽ 7 പേര് നിർബന്ധമായും വേണം. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് പ്രൈവറ്റ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ 50 ആണെങ്കിൽ പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ അത് അൺലിമിറ്റഡ് ആണ്. സെക്കൻഡ് ഡിഫറൻസ്, ഷെയർസ് ആർ ഇഷ്യൂഡ് ടു പ്രൊമോട്ടേഴ്സ്, their relatives and friends, and their transfers are restricted to shareholders. ഷെയറുകൾ, പ്രൈവറ്റ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഷെയറുകൾ എന്ന് പറയുന്നത് അത് ആ കമ്പനിയിലെ പ്രൊമോട്ടേഴ്സിനും അതുപോലെ അവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഇവർക്കുമാണ് ഇഷ്യൂ ചെയ്തു കൊടുക്കുന്നത്. അത് പബ്ലിക്കിന് അവൈലബിൾ അല്ല. അതുപോലെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഷെയറുകൾ പബ്ലിക്കിന്, ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാനും അത് ട്രാൻസ്ഫർ, ഒരാളിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കഴിയും. തേർഡ് ഡിഫറൻസ് ഈസ് മിനിമം നമ്പർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് 2 for private joint stock company, and for public joint stock company the minimum number of board of directors is 3. അതുപോലെ ബിസിനസ്സിൽ ഉള്ള എല്ലാവിധ സീക്രട്ടുകളും പോസിബിൾ ആണ് പ്രൈവറ്റ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ. പക്ഷേ പബ്ലിക്കിന് അവൈലബിൾ ആയ കാരണം പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ബിസിനസ് സീക്രസി എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോസിബിൾ അല്ല. അതുപോലെ ഗവൺമെന്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, അതായത് ഒരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ തരേണ്ടതായുണ്ട് പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ. പക്ഷെ ഒരു പ്രൈവറ്റ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങണമെങ്കിൽ ആ ഒരു രീതിയിലുള്ള കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇല്ല. And the last difference is the company need not circulate the business sheet, profit, etc. among its members. അതായത് ഒരു കമ്പനിയിലെ ബിസിനസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റുകളുടെ കാര്യങ്ങൾ, പ്രോഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവയിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യണമെന്നില്ല പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ, പ്രൈവറ്റ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ. പക്ഷെ പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ എല്ലാ രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും അവരുടെ മെമ്പേഴ്സിന് എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ രജിസ്ട്രാർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. ഈ പറയുന്ന 6 ഡിഫറൻസുകളാണ് പ്രൈവറ്റ് ലിമിറ്റഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും പബ്ലിക് ലിമിറ്റഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസസ്. And the last type of ownership is cooperative societies. Cooperative societies നമുക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതുവരെയുള്ള 3 ടൈപ്പ് ഓഫ് ഓണർഷിപ്പുകളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഉയർന്നു വന്ന കാര്യമാണ് മേക്കിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഇതിനു മുന്നേ പറഞ്ഞ 3 ടൈപ്പ് ഓഫ് ഓണർഷിപ്പുകളുടെയും പ്രധാന ഉദ്ദേശം.
പക്ഷെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വോളണ്ടറി ഓർഗനൈസേഷൻ ഓഫ് പേഴ്സൺസ് ഓഫ് സെയിം വർക്കിംഗ് ക്ലാസ് യുണൈറ്റഡ് ടുഗദർ with collectively owned funds in order to get commodities of daily use. അതായത് സെയിം വർക്കിംഗ് ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ സെയിം സോഷ്യൽ ഗ്രൂപ്പിലുള്ള കുറച്ച് വ്യക്തികൾ ഒന്നിച്ച് ഒരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ മേക്കിംഗ് പ്രോഫിറ്റ് എന്നുള്ളതിനേക്കാൾ ആവശ്യ വസ്തുക്കൾ, അതായത് കൊമോഡിറ്റീസ് ഫോർ ഡെയിലി യൂസ്, നിത്യോപയോഗ സാധനങ്ങൾ, ആവശ്യ വസ്തുക്കൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രധാന ആവശ്യമെങ്കിൽ അതിന് ആ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനെ നമുക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയാം. ഇറ്റ്സ് മെയിൻ എയിം ഈസ് ടു എലിമിനേറ്റ് പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് goods and services to the members of the cooperatives at lesser cost. സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള വ്യക്തികൾക്ക് ചുരുങ്ങിയ വിലയിൽ ഗുഡ്സ് അതുപോലെ സർവീസസ്, സാധനങ്ങൾ ലഭ്യമാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് a cooperative society is 10 and the maximum number is unlimited. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ 5 ടൈപ്പുകളുണ്ട്. അതിലെ ഫസ്റ്റ് വൺ കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ്സ്, സെക്കൻഡ് വൺ പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ്സ്, തേർഡ് വൺ കോഓപ്പറേറ്റീവ് ഫാമിംഗ്, ഫോർത്ത് വൺ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ആൻഡ് ലാസ്റ്റ് വൺ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. 5 ടൈപ്പുകളാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലുള്ളത്. അതിലെ ആദ്യത്തേത് കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കോഓപ്പറേറ്റീവ് സ്റ്റോറുകൾ, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ, ഇതെല്ലാം കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ്സ് ആണ്. പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ്സിനാണ്, അതായത് പ്രൊഡക്ഷൻ ആണ് അവിടെ പ്രധാനമായും ചെയ്യുന്നത്. For example, sugar mills, rice mills, dairy products, etc. Consumers cooperatives ആണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറുകളാണ് നോർമലി കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ്സ്. പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവിടെ സാധനങ്ങളുടെ പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ടൈപ്പാണ് കോഓപ്പറേറ്റീവ് ഫാമിംഗ്. അതായത് ഒന്നിച്ച് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ഫണ്ട് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ലൈക്ക് ട്രാക്ടേഴ്സ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ഇവയെല്ലാം വാങ്ങുന്നതിന് ലോണുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ലോണുകൾ എടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് മെത്തേഡിനെ കോഓപ്പറേറ്റീവ് ഫാമിംഗ് എന്ന് പറയും. അതുപോലെ മറ്റൊരു ടൈപ്പാണ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ്. ഒരു ലോ അല്ലെങ്കിൽ മിഡിൽ ഇൻകം പേഴ്സണെ സംബന്ധിച്ച് ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അത് പരിഗണിച്ച് ഒരു മിതമായ നിരക്കിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ ഒന്നിച്ച് കുറെ വീടുകൾ ഉണ്ടാക്കുന്നതിന് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് എന്ന് പറയാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. അതായത് ലോ ആൻഡ് മിഡിൽ ഇൻകം പേഴ്സൺസിന്, വ്യക്തികൾക്ക് മിതമായ പലിശ നിരക്കിൽ ലോണുകളും അതുപോലെ സാമ്പത്തിക സഹായങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സ്ഥാപനങ്ങളെ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയാം. ഇത്രയുമാണ് 4 types of ownerships.